ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമോ? അപ്പോൾ ഓണം അങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ ഞാൻ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാർ മലബാർ സൈഡിലൊക്കെ ഓണം വിഷു എന്ന് പറയുമ്പോൾ ചിക്കൻ കറി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതില്ലാത്തൊരു ഓണം വിഷു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തരത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചത്. ആദ്യം ഒന്ന് ഈ രീതിയിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന് വേണ്ടിയാണ് വഴറ്റാൻ വേണ്ടി ആദ്യം ഫസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചട്ടിക്ക് അടിക്ക് പിടിക്കത്തുമില്ല, അതിന് വേണ്ടിയാണ് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്ത് വേവിച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും രുചിയൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ നല്ല നാടൻ ചട്ടിയിൽ ഉണ്ടാകുന്ന കറികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ വിഷു ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് കുറവാണ്. അപ്പോൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ആദ്യം ഓർമ്മ വരിക വിഷു ഓണം വരുമ്പോൾ നമുക്ക് ചിക്കനാണ്. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അത് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്നു കിട്ടും, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനതൊന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഈ വിഷു ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ നോൺ വെജ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി അരിഞ്ഞ് വെക്കാം. അതിനുവേണ്ടി ഞാൻ 2 തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 പച്ചമുളകും 5 വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താണ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇത് കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എല്ലാം പേസ്റ്റ് രൂപത്തിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഈ ചട്ടിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിക്കൻ കറി വെക്കാറുണ്ടോ? സാധാരണ ഓണം വിഷു ദിവസങ്ങളിൽ നോൺ വെജൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? എല്ലാം നിങ്ങളൊന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ സൈഡിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് അടുപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വാങ്ങി വെച്ച ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതൊന്ന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഞാൻ മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ അരപ്പൊക്കെ നന്നായിട്ട് ഇതിന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ തുറന്ന് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു 1/2 മുറി തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിന് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ മൊരിയിച്ചെടുക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഞാനൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കനിലൊക്കെ ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓണം വിഷു ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓണക്കോടിയും അതുപോലെ തന്നെ ഈ ചിക്കൻ കറിയും കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ മുന്നേ കുട്ടിക്കാലത്തൊക്കെ ആ സമയങ്ങളിലാണ് ചിക്കനൊക്കെ വാങ്ങിക്കുക, ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ. അല്ലാത്ത സമയത്തൊന്നും നമ്മുടെ വീട്ടിൽ ചിക്കനും അങ്ങനെ നോൺ വെജൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഞാൻ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ആ കുറുകി വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഇത്രയും കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഞാൻ വീട്ടിൻ്റെ അടുത്തുനിന്ന് പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഞാനിതാ മല്ലിയിലയും കൂടെ, 1 പിടി മല്ലിയിലയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ എല്ലാം കൂടെ അതിനൊന്ന് ഇങ്ങനെ തട്ടി തട്ടി നോക്കുന്നുണ്ട് ഞാൻ. ഏകദേശം വെന്തിട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഒത്തിരി നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചിക്കൻ കറി വാങ്ങി വെക്കാവുന്നതാണ്. വാങ്ങി വെച്ചതിന് ശേഷം കണ്ടില്ലേ, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ചിക്കൻ കറിയുടെ ആ ഒരു ഇത് നോക്കുകയെ നന്നായിട്ട് അരവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ കറി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി നമ്മുടെ ഓണം സദ്യ സ്പെഷ്യലിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മലബാറുകാരുടെ സ്വന്തം ചിക്കൻ കറി ഒഴിച്ചുകൂടാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.